ഹായ് ഫ്രണ്ട്സ്, ഫ്രൈഡേസ് പാരഡൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ടി വി എസിന്റെ പുതിയ റോണിനാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ബേസിക്കലി എനിക്ക് ആ ഡിസൈനിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായമുണ്ട്, അത് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്ക് പറയാനുള്ളത്, ഇതൊരു റെട്രോ മോട്ടോർ സൈക്കിളിൻ്റെ തീം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് ടി വി എസിൻ്റെ റോണിൻ എന്ന് പറയുന്നത്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പ്രോപ്പർ ഒരു റെട്രോ മോട്ടോർ സൈക്കിളിൻ്റെ അതേ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ സൈഡ് ആംഗിളിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഇവിടേക്ക് ഒരു സ്ക്രാംബ്ലറിൻ്റെ ഡിസൈനുമായിട്ട് ഇൻസ്പയർ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതേപോലെ റിയർ സൈഡിലേക്ക് വരുവാണെങ്കിൽ ആ ഡിസൈൻ തീം കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. കുറച്ച് മോഡേൺ ടച്ചൊക്കെ എവിടെയൊക്കെയോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബൈക്കിൽ നിന്ന് കാണുമ്പോൾ ഒരു കമ്മ്യൂട്ടർ ബൈക്കിൻ്റേതായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. ഓവറോൾ ഇതിൻ്റെ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് അഞ്ചാൻ എന്ന് പറയുന്ന മൂവിയിൽ സൂര്യ എന്ന് പറഞ്ഞ ആക്ടർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ആ മിററിൽ നോക്കിയിട്ട് ഇങ്ങനെ പറയത്തില്ലേ, നീ ആമ്പിള ഐശ്വര്യ റായിടാ, ആ ഒരു ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. ഫസ്റ്റിൽ തന്നെ വണ്ടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അതായത് റൈഡിങ് പൊസിഷൻ നല്ല അപ്രൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ആ ഹാൻഡിൽ ബാർസ് ഒക്കെ നല്ല വൈഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ല അപ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല ലോങ് കമ്മ്യൂട്ടുകളൊക്കെ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് പറ്റുന്നൊരു വണ്ടിയാണ് റോണിനെന്ന് ഫസ്റ്റിലെ തന്നെ നമുക്കൊരു ഇംപ്രഷൻ കിട്ടും. ഇനി അടുത്തതായിട്ട് പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ടോർക്കാണ്. അതായത് നല്ല ടോർക്കി ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതേപോലെ ഇതിൻ്റെ ഗിയർ റേഷ്യോ ട്യൂൺ ചെയ്തിരിക്കുന്നതും ടോർക്കിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ലോ എൻഡ് ടോർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം സിറ്റിയിലൊക്കെ യൂസ് ചെയ്യാൻ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റും. അതേപോലെ തന്നെ അത്യാവശ്യം ലോങ് കമ്മ്യൂട്ടുകളൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ പറ്റിയൊരു ഓപ്ഷനാണ് ടി വി എസിൻ്റെ റോണിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നമുക്ക് ഹൈവേ ക്രൂസിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കൊരു പവർ ക്രൂസർ എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ഈ റോണിനെ കാണാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ഒരു 80 to 90 ബിറ്റ്വീനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. അതിന് മേപ്പോട്ട് അതായത് ഒരു 100+ ഒക്കെ വരുവാണെങ്കിൽ, ഒരു 100 റേഞ്ചിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പവറിൻ്റെ ഈ പവറില്ലായ്മ നമുക്ക് നല്ല രീതിയിൽ ആ ത്രോട്ടിൽ നമുക്ക് മനസ്സിലാവും. അതായത് വണ്ടി കൈ കൊടുത്തു കഴിഞ്ഞാലും ഒരു 100-ന് മുകളിലോട്ട് കയറാനൊക്കെ ഇച്ചിരി ടൈം എടുത്താണ് കയറുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒരു 70 to 90 ബിറ്റ്വീനാണ്. ഒരു 80 ഒക്കെ നമുക്ക് ഒരു ഐഡിയലായിട്ട് നമുക്ക് ഹൈവേ ക്രൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇനി സസ്പെൻഷൻ സെറ്റപ്പിലേക്ക് വരുവാണെങ്കിൽ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഷോവയുടെ 41mm ഗോൾഡൻ കളേർഡ് ആയിട്ടുള്ള USD ഫോക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ റിയറിലേക്ക് വരുവാണെങ്കിൽ 7 സ്റ്റെപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റിയർ മോണോഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ഹൈറ്റ് വരുന്നത് 795mm ആണ്. അതുകൊണ്ട് അത്യാവശ്യം ഷോർട്ടർ ആയിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് വണ്ടി കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ബ്രേക്സിലേക്ക് വരുവാണെങ്കിൽ ടോപ്പ് മോഡലിന് ഡ്യുവൽ ചാനൽ ABS ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ 300mm ഡിസ്കും വിത്ത് ഡ്യുവൽ പിസ്റ്റൺ കാലിപ്പേഴ്സും, റിയറിലാണ് 240mm ഡിസ്കും വിത്ത് സിംഗിൾ പിസ്റ്റൺ കാലിപ്പേഴ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി 14 ലിറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മീറ്റർ കൺസോളിലേക്ക് വരുവാണെങ്കിൽ ഒരു സൈഡിലോട്ട് മാറിയിരിക്കുന്ന ഒരു മീറ്റർ കൺസോളാണ്. സത്യം പറഞ്ഞാൽ അതെനിക്ക് പേഴ്സണലി ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഡിസൈനാണ്. പക്ഷേ അത്യാവശ്യം ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് നമ്മുടെ റോണിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നമുക്ക് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അർബൻ, ട്രെയിൻ എന്നീ 2 മോഡുകളുണ്ട്. ബേസിക്കായിട്ട് നമ്മുടെ ABSന് മാത്രമാണ് ആ ഒരു മാറ്റം വരുന്നത്. ടി വി എസ് റോണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം പ്രോഡക്റ്റായിട്ട് തന്നെയാണ്. അത് നമുക്ക് ആ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ്, ഇതിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ക്വാളിറ്റി, ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ഈ ഹെഡ്ലൈറ്റ്സിലേക്ക് വരുവാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള TIയുടെ DRL ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്റേഴ്സ്, ടെയിൽ ലൈറ്റ് സെക്ഷൻ എല്ലാം LED ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ആ USD ഫോർക്ക്, ഷോയുടെ USD ഫോർക്കാണ് കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റിയിൽ യാതൊരുവിധമായ കോംപ്രമൈസും ചെയ്യാൻ ടി വി എസ് തയ്യാറായിരുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ടി വി എസിൻ്റെ റോണിൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി വി എസ് ഇതിനെ ഒരു പ്രീമിയം പ്രോഡക്റ്റായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. ഇതിനകത്ത് സ്ലിപ്പർ ക്ലച്ചും ഇവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം അഗ്രസീവായിട്ടൊക്കെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി അത്യാവശ്യം നല്ല ടോർക്കിയാണ്. അതുകൊണ്ട് തന്നെ സിറ്റിയിൽ ഓടിക്കാൻ നല്ല ബെസ്റ്റുമാണ്. അതേപോലെ സിറ്റിയിൽ ഇതിന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ഒരു 35 to 40 ആണ്. അതായത് നല്ല ടോർക്കി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അഗ്രസീവായിട്ട് കൈ കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സിറ്റിയിൽ ഒരു 35 to 40 മൈലേജ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഹൈവേയിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു 40 to 45 ബിറ്റ്വീനാണ് നമുക്ക് മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളത്.
അപ്പോൾ ഇനി ഈ വണ്ടി ആർക്കൊക്കെയാണ് സൂട്ടബിൾ എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ അത്യാവശ്യം ഡെയിലി ഓഫീസിലൊക്കെ പോയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നു, അത്യാവശ്യം സിറ്റിയിലൊക്കെ അത്യാവശ്യം കൂടുതൽ ഓടിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ് ടി വി എസിൻ്റെ റോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 110cc അല്ലെങ്കിൽ 150cc വണ്ടികളൊക്കെ ഓടിച്ച് മടുത്ത ഒരാളാണ് നിങ്ങൾ, അതേപോലെ നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റൈലും നല്ല ലുക്കും ഒക്കെ ഉള്ള ഒരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ് ടി വി എസിൻ്റെ റോൺ എന്ന് പറയുന്നത്. അതേപോലെ ഡെയിലി കമ്മ്യൂട്ടിംഗ് ഒക്കെ പോയി ബോറടിച്ചിരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് അത്യാവശ്യം വീക്കെൻഡിലൊക്കെ ട്രിപ്പ് പോകണം, അങ്ങനെയുള്ള ഒരു മൈൻഡുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ്. ഒന്നും നോക്കണ്ട, കണ്ണു പൂട്ടിയെടുത്തോ, പറ്റിയൊരു ചോയ്സ് തന്നെയാണ് ടി വി എസിൻ്റെ റോൺ. അതേപോലെ ഡെയിലി ഓഫീസ് റൈഡൊക്കെ കഴിഞ്ഞ് മടുത്തിട്ട് അത്യാവശ്യം വീക്കെൻഡ്സിലൊക്കെ ട്രിപ്പ് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചോയ്സാണ്. അത്യാവശ്യം നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ റിയർ സീറ്റിന് അത്യാവശ്യം നല്ല കംഫർട്ടബിളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പില്ലിയണ്ണയൊക്കെ വെച്ചിട്ട് കംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് ക്രൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും ഇതുപോലത്തുള്ള വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.